हेलो बच्चों, कैसे हैं आप सब? बहुत बढ़िया। +1 हिंदी यूट्यूब चैनल में सबका स्वागत है। तो +1 हिंदी लेके എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു. हम आज देखने वाला है आपकी जो यूनिट 3 का पहला ചാപ്റ്റർ. നിങ്ങളുടെ യൂണിറ്റ് 3ലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ആനന്ദ് കി ഫുൽച്ചെടിയാം, ആനന്ദത്തിന്റെ അല്ലേ സന്തോഷങ്ങളുടെ ആക്ക് എന്താണ് ഫുൽച്ചെടിയാം എന്ന് പറയുന്നത് എന്താണ്? പൂത്തിരികളാണ് അല്ലേ. ആ ഒരു പൂത്തിരികളായിട്ടുള്ള ആ ഒരു പൂക്കുറ്റികളായിട്ടുള്ള ആ ഒരു പൂത്തിരികളാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. ദ സ്പാർക്കിൾസ്. ഓക്കെ, ചെറിയ ചെറിയ സ്പാർക്കിൾസ് ആയിട്ടുള്ള നമുക്ക് എങ്ങനെയാണ് സമൂഹത്തിൽ ഒരു സന്തോഷത്തിന്റെ പൂത്തിരികൾ സൃഷ്ടിക്കാൻ കഴിയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. ഓക്കെ, എന്താണ് ഈ രചനയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ? ഓക്കെ, ആനന്ദ് കി ഫുൽച്ചെടിയാം എന്ന് പറയുന്നത് ആരാണ്? ഓക്കെ, അനന്ത് ഗോപാൽ ഷെവ്ഡെജിയാണ്. അനന്ത് ഗോപാൽ ഷെവ്ഡെജിയുടെ ഒരു രചനയാണ് ആനന്ദ് കി ഫുൽച്ചെടിയാം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ 5 സന്ദർഭങ്ങളിലൂടെയാണ് ഈ രചന കടന്നു പോകുന്നത്. വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞ സമൂഹത്തിലെ നമ്മുടെ നിസ്വാർത്ഥ മനോഭാവത്തിലൂടെയാണ്. വളരെ നിസ്വാർത്ഥ മനോഭാവത്തിലൂടെ സമൂഹത്തിൽ വലിയ വലിയ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മുടെ ഷെവ്ഡെജി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ നിബന്ധനയിലൂടെ, ഈ ഉപന്യാസത്തിലൂടെ. 5 സന്ദർഭങ്ങളിലാണ് അദ്ദേഹം പോകുന്നത്. 3 സന്ദർഭം അദ്ദേഹം മനസ്സിലാക്കിയതും 2 സന്ദർഭങ്ങൾ അദ്ദേഹം ഇവോൾവ് ചെയ്തിട്ടുള്ളതും അദ്ദേഹം ഇറങ്ങിച്ചെന്ന് അദ്ദേഹം ആൾക്കാരുടെ ഇടയിൽ ചെന്നിട്ടുള്ളതെന്ന് അദ്ദേഹം ചെയ്ത കാര്യങ്ങളുമാണ് ഈ ഒരു 5 സന്ദർഭങ്ങളിൽ നമ്മൾ പോകുന്നത്. ആദ്യത്തെ സന്ദർഭം നമ്മൾ മനസ്സിലാക്കാം. ഒരു നോജവാൻ, അതുപോലെ തന്നെ ഒരു ബൂഢാത്മി. ഒരു നോജവാൻ, ഒരു യങ് ആയിട്ടുള്ള ഒരാളും അതുപോലെ തന്നെ ഒരു വയസ്സായിട്ടുള്ള ആളും തമ്മിലുള്ള ഒരു സന്ദർഭമാണ് ഒന്നാമത്തെ സന്ദർഭം. എന്താണ് ഇവിടെ പറയുന്നത്? ബൂഢാത്മി എന്താണ് ചെയ്യുന്നത്? വയസ്സായ ആൾ എന്ത് ചെയ്യുന്നു? വിത്തുകൾ, വിത്തുകൾ ജോ ബോറ, വിത്തുകൾ വിതക്കുകയാണ്. എന്തിൻ്റെയാണ്? ആമിൻ്റെ, പാങ്ങയുടെ വിത്തുകൾ അദ്ദേഹം എന്താണ് ഹമാരി ജോ മിട്ടിമേ, മണ്ണിൽ വിതക്കുന്ന സമയത്ത് ഇദ്ദേഹം വന്ന് ചോദിക്കുവാണ്. ഒരു നോജവാൻ വന്ന് ചോദിക്കുകയാണ് ആകാംക്ഷയോടെ. കാരണം നിങ്ങൾ എന്തിനാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്? കാരണം നിങ്ങൾക്കിത് എൻജോയ് ചെയ്യാൻ സാധിക്കത്തില്ല, നിങ്ങൾക്ക് ഇതിൽ നിന്നുണ്ടാകുന്ന ഫലം കഴിക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ബൂഢാത്മി എന്താണ് പറയുന്നത്? എനിക്കതറിയാം. ഓക്കെ, എനിക്കതറിയാം. പക്ഷെ എന്നിട്ടും ഞാനത് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? എൻ്റെ പൂർവ്വജർ എൻ്റെ പൂർവ്വജർ എനിക്ക് വേണ്ടി ചെയ്തത് കാരണമാണ് ഇന്ന് ഞാൻ ആസ്വദിക്കുന്ന ഈ ഫലങ്ങളൊക്കെ ഇവിടെയുള്ളത്. അതുപോലെ എൻ്റെ ഇനി വരാൻ പോകുന്ന തലമുറകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു നിസ്വാർത്ഥമായിട്ടുള്ള ഒരു മനോഭാവമാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അടുത്തതായിട്ട് എന്താണ്? രണ്ടാമത്തെ സന്ദർഭം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു മഹിളയാണ്. ഓക്കെ, ഒരു അഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു മഹിള ട്രെയിനിലൂടെ യാത്ര ചെയ്യുകയാണ്. ഓക്കെ, പ്രൗഢമായിട്ടുള്ള ഒരു യുവതി എന്ന് പറയുന്ന രീതിയിലൊരു സ്ത്രീ എന്താണ് ട്രെയിനിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അവരെന്താണ് ചെയ്യുന്നത്? ഒരു ട്രെയിനിലൂടെ എന്താണ് സീഡ്സ് ഒക്കെ വലിച്ചെറിയുകയാണ് പുറത്തേക്ക്. അത് അതുപോലെ തന്നെ ഫലത്തിൻ്റെ ഒക്കെ ബീജങ്ങൾ എന്താണ് പുറത്തേക്ക് വലിച്ചെറിയുകയാണ്, സീഡ് വലിച്ചെറിയാണ്. അതിലൂടെ അവരെന്താണ് ആഗ്രഹിക്കുന്നത്? കാരണം അവർക്കറിയാം അവർക്ക് അതെന്തായാലും വരത്തില്ല. കാരണം യാത്ര ചെയ്ത് പോവുകയാണ്, ഓരോ സ്ഥലങ്ങൾ കടന്ന് ട്രെയിനിൽ കൂടി പോകുന്നു. ഇനി അവർ ചിലപ്പോൾ ആ സ്ഥലത്ത് തിരിച്ചു വരാൻ സാധ്യതയില്ലാന്ന് താനും. എന്നിട്ടും അവർ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് കരുതിക്കൊണ്ടാണ് അവിടെ താമസിക്കുന്നതോ അല്ലെങ്കിൽ അവിടെയൊക്കെ ട്രാവൽ ചെയ്യുന്നയോ യാത്ര ചെയ്യുന്നയോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് അതിൽ നിന്നുണ്ടാവുന്ന കായകൾ അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ഫലങ്ങൾ അത് അവർക്ക് ഉപകാരപ്പെടും എന്ന് കരുതിക്കൊണ്ട് തന്നെയാണ് അവർ എന്ത് ചെയ്യുന്നത്? ആ ഒരു കാര്യം അവിടെ ചെയ്യുന്നത്. तो बच्चों ക്ലിയർ? സോ ഇസി പ്രകാർ ഇതുപോലെ തന്നെ എന്താണ് നമ്മളിവിടെ കാണേണ്ടത്? അവർ ആ ഒരു രീതിയിലുള്ള പ്രവൃത്തി പോലെ തന്നെ ഇനിയുള്ളൊരു സന്ദർഭമാണ് നമ്മളിനി കാണുന്നത്. മൂന്നാമത്തെ സന്ദർഭം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ തുടങ്ങി വെച്ച ഒരു ശൃംഖലയാണ്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ ആ ഒരു സന്ദർഭം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാം. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനോട് ഒരു കുട്ടി വന്നിട്ട് പറയാണ്, എൻ്റെ അടുത്ത് എനിക്ക് പൈസയില്ല, ഐ എം എ ഖരീബു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്താണ് $20 ആ കുട്ടി കൊടുക്കുവാണ്. അദ്ദേഹം കൊടുത്ത പൈസ പിന്നീട് ആ കുട്ടി തിരിച്ചു കൊടുക്കാൻ വന്നപ്പോൾ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ കുട്ടിയോട് പറയുന്നു, ഓക്കെ, അമേരിക്കൻ പ്രസിഡന്റ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ കുട്ടിയോട് പറയാണ്, കാരണം എനിക്കത് വേണ്ട, നീ അത് വെച്ചോളൂ, ഇനി ആരെങ്കിലും നിന്നോട് ഈ സഹായം നിന്നോട് വന്ന് ചോദിക്കുകയാണെങ്കിൽ നീ അവർക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അവിടെ ആ കുട്ടിയെ പറഞ്ഞയക്കുകയാണ്. സോ ആ ഒരു ശൃംഖല, ആ കുട്ടി ഇപ്പോഴും സഹായിച്ചുകൊണ്ട് മറ്റുള്ളവർ ആ ഒരു പൈസ അമേരിക്കയിൽ ഇപ്പോഴും എന്ത് ചെയ്യുന്നു? ശൃംഖല രൂപത്തിൽ അത് സർക്കുലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂന്നാമത്തെ സന്ദർഭം അവസാനിക്കുന്നത്. നാലാമത്തെ സന്ദർഭം ലേഖകന്റെ എക്സ്പീരിയൻസ്, ലേഖകന്റെ സ്വയമുള്ള എക്സ്പീരിയൻസ് ആണ് ഇവിടെ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്താണ് ലേഖകൻ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ലേഖകൻ ഇതുപോലെ രണ്ട് സന്ദർഭങ്ങൾ പറയാണ്. ഒന്നാമത്തെ സന്ദർഭം ലഡായിക്ക് കാരണം, യുദ്ധത്തിന്റെ കാരണം എന്താണ്? ട്രെയിനുകളൊക്കെ ഇല്ലാതിരിക്കുന്നു. അപ്പോഴാണ് ടിക്കറ്റ് കൗണ്ടറിൽ വല്ലാത്ത അടിയാണ്. ആ ടിക്കറ്റ് കൗണ്ടറിൽ ഇരിക്കുന്ന ബാബു വളരെ വളരെ ബുദ്ധിമുട്ടിലിരിക്കുവാണ്. വളരെ തനാവ്, സ്ട്രെസ്ഫുൾ ആയിട്ട് സമയത്ത് ഇരിക്കുമ്പോൾ ഇദ്ദേഹം വന്നിട്ട് പറയാണ്, ഒരുപാട് പേര് അടിയാക്കുന്നത്, എന്താ ടിക്കറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് പ്രശ്നമാക്കുമ്പോൾ നമ്മുടെ ലേഖകൻ വന്നിട്ട് പറയുന്നത് അത് പ്രശ്നമില്ല, ദാറ്റ് ഹാപ്പൻസ്, റൈറ്റ്, അത് സംഭവിക്കാമെന്ന് പറഞ്ഞിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് പറയുകയാണ് അല്ലേ. ആ ഒരു സഹാനുഭൂതി ഉൾവാക്കുന്ന രീതിയിൽ ആ ഒരു ടിക്കറ്റ് ബാബുവിന് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ചിന്തയിൽ വരുന്ന രീതിയിൽ നമ്മുടെ ആര് പറയുന്നു? ലേഖകൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷമാവുകയും അദ്ദേഹത്തിന്റെ ജോലി വളരെ എഫക്റ്റീവായിട്ട് വീണ്ടും ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. तो बच्चों ക്ലിയർ? അടുത്തത് എന്താണ്? അഞ്ചാമത്തെ സന്ദർഭത്തിൽ എന്താണ്? ഇദ്ദേഹം ഒരു ഖാത്ത ജോഡന, ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ട് ബാങ്കിലേക്ക് പോകുമ്പോൾ നമ്മുടെ ക്ലർക്ക് എന്താണ് നല്ല രീതിയിൽ പരിപാടി ചെയ്യുന്നു. അദ്ദേഹത്തിന് നല്ല സ്ട്രെസ് ആയിട്ട് തനാവുണ്ടെങ്കിലും ഇപ്പോൾ ലേഖകൻ എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ കൈയക്ഷരത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു. നല്ല
जो लिखावट आपकी लिखावट बहुत अच्छा है, നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ് താങ്കളുടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ എന്താണ് നമ്മുടെ ക്ലർക്കിന് അദ്ദേഹത്തിന് പണ്ട് സ്കൂൾ സമയത്ത് അദ്ദേഹത്തിന് ഫസ്റ്റ് കിട്ടിയ കാര്യങ്ങളൊക്കെ ഓർക്കുകയും അദ്ദേഹത്തിനും ആ ഒരു ജോലി കുറച്ചും കൂടെ ഒന്നും കൂടെ എൻജോയ്മെൻറ്റ് കിട്ടുകയും ആ ഒരു ജോലിയിൽ കുറച്ചും കൂടെ ചെയ്യാനുള്ള ഒരു പ്രേരണ, ഒരു മോട്ടീവ്, വീണ്ടും തളർന്നു നിൽക്കുമ്പോൾ വീണ്ടും ഒരു മോട്ടീവ് കിട്ടുന്ന പോലെ അദ്ദേഹത്തിന് ഒരു പ്രേരണയാവുകയും ചെയ്യും. കാരണം അദ്ദേഹത്തിന് ഒരു റെസ്പെക്ട്, എനിക്ക് जो सम्मान किए गए उनको जो महसूस हुआ, അദ്ദേഹത്തിനൊരു റെസ്പെക്ട് ചെയ്ത പോലെ അദ്ദേഹത്തിന് ഫീൽ ആവുകയും ചെയ്യുന്നു. ദാറ്റ് വാസ് റിയലി ഗുഡ്. എന്നിട്ട് എന്താണ് അദ്ദേഹത്തിൻ്റെ ജോലി വീണ്ടും നല്ല രീതിയിൽ ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്യാൻ നിസ്വാർത്ഥമായിട്ടുള്ള, അതുപോലെ എന്താണ് ഒരു സഹാനുഭൂതി, എമ്പത്തറ്റിക്കൽ സിമ്പത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു വേർഡ്, ഒരു സിമ്പത്തിപൂർവ്വമുള്ള ഒരു വേർഡ് എന്താണ് നമ്മളെ ലൈഫിൽ വളരെ രീതിയിൽ മാറ്റം കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് രചയിതാവ് പറയുന്നത്. ചെറിയൊരു പ്രശംസ പോലും മറ്റൊരാളുടെ ജീവിതത്തിൽ നമുക്കൊരു സന്തോഷം കൊണ്ടുവരാൻ സാധിക്കും എന്നൊരു നല്ലൊരു ആശയമാണ്. വളരെ പെട്ടെന്ന് ഇത് ഹിന്ദിയിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. तो बच्चों क्लियर, आनंद की फुलचड़ियां हमारी जो यूनिट 3 का चैप्टर पहला है, आनंद की फुलचड़ियां. निबंध में लेखक आनंद गोपाल शेवड़े बताते हैं, आर्याड रचयिതാവ് आनंद जो गोपाल शेवड़े बताते हैं അദ്ദേഹമാണ് कि जीवन का ജീവിതത്തിന്റെ सच्चा सुख और आनंद स्वार्थ से ऊपर उठकर दूसरों की भलाई करने में निहित है. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ജീവിതത്തിന് ആ ഒരു പരമമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതത്തിൽ സന്തോഷം, അവരിൽ സന്തോഷം കൊണ്ടുവരാൻ എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. तो बच्चों क्लियर, वह कई प्रेरक घटनाओं का वर्णन करता है. അദ്ദേഹം വളരെ വ്യത്യസ്തമായ ഘടന, ഇൻസിഡൻസ് നമ്മളോട് പറയുകയാണ്. पहली घटना एक बूढ़े आदमी की है जो जानते हुए भी आम के जो पेड़ लगा रहा था कि वो उसके फल नहीं खा पाएगा. അദ്ദേഹം ഒരു വൃദ്ധനായ ഒരാളുടെ സിറ്റുവേഷനിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം കഴിക്കാത്ത എന്താണ് മാങ്ങ മരത്തിലെ ഫലത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ആ വിത്തുകൾ വിതക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നു. താക്കി അദ്ദേഹം എന്താണ് ആഗ്രഹിക്കുന്നത്, ആനെ വാലെ ഉസ്കാ ജോ ലാഭ് ഉടാ സക്കെ, ആനെ വാലെ പീഡി ഉസ്കാ ലാഭ് ഉടാ സക്കെ, വരാൻ പോകുന്ന പീഡി ജനറേഷൻ അതിനെ യൂസ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, ആംക്ക് ജോ വിത്തുകൾ വിതക്കുകയാണ് മണ്ണിൽ. ഒന്നാമത്തെ സന്ദർഭം. രണ്ടാമത്തെ दूसरी घटना एक सम्राट महिला की है जो रेल यात्रा में दौरान बाहर बीज फेंकती जाती है इस उम्मीद में कि कुछ पौधे आगे जो उगेंगे और लोगों के काम आएंगे. സ്ത്രീ ട്രെയിനിൽ നിന്ന് വിത്തുകൾ പുറത്തേക്ക് വലിച്ചെറിയുന്നു. കാരണം അതിലൂടെ എന്താണ് കുറച്ച് വിത്തുകളെങ്കിലും മുളച്ച് ഒരു മരമായി വരുന്നെങ്കിലും മറ്റുള്ളവർക്ക് അതൊരു മരമായി വന്ന് മറ്റുള്ളവർക്ക് ഒരു ഉപകാരപ്രദമാകുമെന്ന് പറയുകയും ചെയ്യാണ്. तो बच्चों क्लियर, रेडी. लेखक बेंजामिन फ्रांकलिन का उदाहरण भी देता है. लेखകൻ എന്താണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ ഒരു എക്സാമ്പിളും കൂടെ ഇവിടെ തരുവാണ്. എന്താണ്, जिन्होंने एक गरीब छात्र की मदद की और पैसे लौटाने पर कहा कि वह इसे किसी भी जरूरतमंद को दे दे. അദ്ദേഹം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ അടുത്ത് $20 വാങ്ങിയ ഒരു വിദ്യാർത്ഥി എന്നാണ് തിരിച്ചു കൊടുക്കാൻ വന്നപ്പോൾ അദ്ദേഹം പറയാണ് ഇത് ആവശ്യമായിട്ടുള്ള ആർക്കെങ്കിലും ഇത് കൊടുത്തേക്ക് എന്ന് പറയുകയാണ്. സോ ക്യാ ഹേ യേ മദദ് കി ശൃംഖല ആജ് ബി ജാരി ഹേ. അദ്ദേഹം കൊടുത്ത ആ ഒരു എന്താണ് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് പറയുന്ന പോലെ അദ്ദേഹം കൊടുത്ത ആ ഒരു സഹായം ഇന്നും അമേരിക്കയിൽ ഇപ്പോഴും നിലകൊണ്ട് വരുന്നു എന്നാണ് പറയുന്നത്. ലേഖക് അപ്പനെ വ്യക്തിഗത അനുഭവം ബി സജാ കർത്തേ ഹേ. അപ്പൊ ലേഖകൻ എന്താണ് തന്റെ വ്യക്തിഗത അനുഭവങ്ങളൂടെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്താണ് പറയുന്നത്, जैसे कैसे उनके सहानुभूति के कुछ शब्दों ने एक व्यस्त टिकट बाबू को नई ऊर्जा दी और कैसे एक बैंक क्लर्क की सुंदर लिखावट की प्रशंसा करने से उसके नीरस दिन में खुशी आ गई. ഓക്കെ, എന്താണ് ഇവിടെ പറയുന്നത്, ടിക്കറ്റ് ബാബുവിന് എന്താണ് നെയ് ഊർജ ദി. ടിക്കറ്റ് ബാബുവിന് ഒരു പുതിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജ്ജം, എനർജി കൊടുക്കാൻ സാധിച്ച ഒരു ഇൻസിഡന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നാമത്തെയും. അതുപോലെ തന്നെ എന്താണ് ബാങ്ക് ക്ലർക്കിന്റെ എഴുത്തിനെ പ്രശംസിച്ച എന്താണ് അദ്ദേഹത്തിന് ആ ഒരു സങ്കടം നിറഞ്ഞ ആ ഒരു ബാങ്കിലെ സ്ട്രെസ് നിറഞ്ഞ ജോലിയിൽ നിന്നൊരു സന്തോഷം കണ്ടെത്താൻ ബാങ്കിലെ ആ ക്ലർക്കിന്റെ എഴുത്തിനെ പ്രശംസിച്ചതും നല്ലൊരു ഘടകമായിട്ട് അദ്ദേഹം പറയുന്നു. നിബന്ധ കാ ജോ ക്യാ ഹേ സന്ദേശ് യേ ഹേ കി ഈ നിബന്ധനയുടെ സന്ദേശം എന്ന് പറയുന്നത് എന്താണ്, കി ഹമേ ധൻ യാ ഡിഗ്രി കി आवश्यकता नहीं है. നമുക്ക് പൈസയുടെയും ഡിഗ്രിയുടെ ഒരു ആവശ്യകത ഒന്നുമില്ല. എന്തിനു വേണ്ടിയിട്ടാണ്, बल्कि छोटे छोटे निस्वार्थ कार्यों और सच्ची प्रशंसा से हम दुनिया के दुख कम कर सकते हैं. इस दुनिया के दुख हम कैसे कम कर सकते हैं? ഈ ലോകത്തിന്റെ ദുഃഖം, വ്യഥ, സങ്കടം എങ്ങനെയാണ് നമുക്ക് കുറക്കാൻ സാധിക്കുന്നത്? ചെറിയ ചെറിയ നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തികൾ നമ്മൾ ചെയ്യുന്നതിലൂടെ ഈ ലോകത്തിന്റെ ഈ ഒരു ലോകത്തിന് എന്താണ് ചെറിയ ചെറിയ പ്രവർത്തികളിലൂടെ ലോകത്തിൻ്റെ നമ്മൾ നല്ലൊരു നന്മ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ നിസ്വാർത്ഥ പ്രവൃത്തിയിലൂടെ നമ്മുടെ ലോകത്തിൻ്റെ ആ ഒരു സങ്കടം തന്നെ, ലോകത്തിലുള്ള ആൾക്കാരുടെ സങ്കടം തന്നെ നമുക്ക് മാറ്റാൻ സാധിക്കും എന്നാണ് നമ്മുടെ നിബന്ധ ഹമാരി ജോ ക്യാ ഹൈ ഇസ് ഉപന്യാസ് സേ താത്പര്യ. റെഡി ബച്ചോ, ക്ലിയർ ആണോ? റെഡി. तो इसी का क्या है മലയാളം भी है. ഇതിൻ്റെ മലയാളം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഹമാരി 120 seconds ഇതിൻ്റെ മലയാളം വേർഷൻ ഇസ് അവൈലബിൾ ഹിയർ. ഈ ഹിന്ദിയുടെ മലയാളം
മലയാളം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നാൽ മതി. ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പേജിൽ വന്നിട്ട് നിങ്ങൾ ചോദിക്കുവാണെങ്കിൽ ഈ 2 നോട്ടും തരും. നിങ്ങൾ ജസ്റ്റ് വന്നിട്ട് എൻ്റെ ഇൻബോക്സിൽ വന്നിട്ട് ആനന്ദ് എന്നിട്ടാൽ മാത്രം മതി. ആനന്ദ് എന്ന് ടൈപ്പ് ചെയ്ത് ഇട്ടാൽ മാത്രം മതി. നിങ്ങൾക്ക് ഈ 2 നോട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. तो बच्चों रेडी, हम यहाँ रेडी है. एजुपोर्ट आपके लिए यहाँ रेडी है. सिर्फ आपको पढ़ना है. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. एजुपोर्ट इज रेडी टू फॉर यू. एजुपोर्ट इज कम्प्लीटली रेडी फॉर यू. तो बच्चों ऐसे जा रहे हैं हमारी जो आनंद की फुलचड़ियाँ. तो बहुत बहुत धन्यवाद बच्चों. मिलते हैं अगली वीडियो में. तब तक के लिए धन्यवाद. थैंक यू.